ഗതാഗതം ദുസ്സഹമായ മാവൂർ കട്ടാങ്ങൽ റോഡിൽ നടത്തേണ്ട റീടാറിങ്ങിനുള്ള ടെൻഡർ നടപടികൾ നീണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടത്തി. ദുരിതയാത്രക്ക് അറുതി വരുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത സമരസമിതി പ്രതിഷേധ സായാഹ്നം നടത്തിയത്. ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റോഡ് REC വരെ റീടാറിംഗ് ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധമായും ഞങ്ങൾ അത് കഴിയുന്നവരെയും ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് അല്ല എന്നിവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് മാവൂർ അങ്ങാടിയിൽ നടന്ന ധർണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമുന കടുക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനകളിലെയും രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രതിനിധികളായ NP അഹമ്മദ്, K ഉസ്മാൻ, വിനോദ് MA, മൻസൂർ മണ്ണിൽ, UK അഷ്റഫ്, സത്യൻ കുതിരാടം, K ഉണ്ണികൃഷ്ണൻ, ഗീതാമണി, അബൂബക്കർ മാസ്റ്റർ, നിതീഷ് കുറ്റിക്കടവ്, റസാഖ്, MLC മുഹമ്മദ്, സത്യൻ അഡ്വാഡ്, മുനീർ കുതിരാടം തുടങ്ങിയവർ സംസാരിച്ചു. എന്താണ് ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്? കിഫ്ബിയെ ഏൽപ്പിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, കൃത്യമായ നടപടികൾ കൃത്യമായി പൂർത്തിയാക്കാൻ അവർക്ക് കഴിയുന്നില്ല. മാവൂർ പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിലും ഉള്ള സ്ഥലങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന്റെ എല്ലാ കാര്യങ്ങളും 90% നമ്മൾ ചെയ്തു കഴിഞ്ഞു. കാരണം ഇത്രയേറെ ഒരു സമരം ഒരു നാട്ടിൽ നടന്നിട്ടും അതിനെ ഭരണവർഗങ്ങൾ കണ്ണു തുറന്ന് കാണുന്നില്ല എന്നൊരു വസ്തുത വളരെ പൈശാചികരമാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പാതയാണ് ഈ മാവൂർ കട്ടാങ്ങൽ റോഡ്. കാര്യമായിട്ട് എയർപോർട്ടുകളെ പോലും ബന്ധിപ്പിക്കുന്ന, അതുപോലെ തന്നെ പ്രധാന ഹോസ്പിറ്റലായ മെഡിക്കൽ കോളേജിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാത തന്നെയാണ് ഈ റോഡ്. ആശുപത്രികളിലേക്ക് ഇവിടുന്ന് യാത്ര ചെയ്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് ഈ MBR ആശുപത്രി, അതേപോലെ KMCT മെഡിക്കൽ കോളേജ്. ഇതിലേക്കൊക്കെ പോകുന്ന മാവൂരിലെ പാവപ്പെട്ട നിർധനരായ രോഗികൾ, അവർക്കും വിദ്യാർത്ഥികൾക്കും യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോഡിന്റെ റീടാറിംഗ് എങ്കിലും അല്ലെങ്കിൽ പാച്ച് വർക്ക് എങ്കിലും ചെയ്യണം. ഏതാണ്ട് 3 മാസം മുൻപ് 2.25 കോടി കറയായിട്ട് നമ്മുടെ വാഹനമുള്ള മുതലാളിമാർ, അതായത് നമ്മുടെ ഓട്ടോക്കാരായാലും ശരി ബസ്സുകാരായാലും ശരി, അവർക്കൊക്കെ മെയിൻ്റനൻസ് എത്ര അധികം വരുന്നുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് എവിടേക്കാണ് REC വരെയുള്ള റോഡ് റീടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചപ്പോൾ ടെൻഡർ ചെയ്തിട്ട് ആരും വിളിക്കുന്നില്ല. കാരണം എന്താ? ഇതിങ്ങനെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോ ഈ റോഡിന്റെ അവസ്ഥ എന്താ? ഇതിന്റെ കിലോമീറ്ററാണ് നിങ്ങളുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ കഴിയോ? കിടാപ്പി ഭാഗത്ത് നിങ്ങൾ പോയി നോക്കണം. ഗവി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ വീടിന്റെ തൊട്ടപ്പുറത്ത് നടന്നു പോകാൻ നമുക്ക് സാധിക്കുമോ? വടി കുത്താതെ ആ റോഡിന്റെ മുകളിലൂടെ നടന്നു പോകാൻ നമുക്ക് സാധിക്കില്ല. അത്ര കണ്ട് തെങ്ങ് വെക്കാൻ, തെങ്ങും തൈ വെക്കാൻ കുഴിയെടുക്കുന്നതിനെ പോലുള്ള കുഴികളായി മാറിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് MLC-ന്റെയും വാസുവേട്ടന്റെയും നേതൃത്വത്തിൽ പോയിട്ട് കുടിസിൽ കൊണ്ടുപോയി കൊട്ടയിൽ മണ്ണിട്ട് റോഡ് പോലെ ആക്കി തരും. ആ രൂപത്തിലുള്ള റോഡ് നന്നാക്കാൻ ഈ പണം മതിയോ? എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണ്ടേ? അതിന് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഈ വിപ്ലവ അഭിവാദ്യം ബോർഡ് വെക്കുന്ന ആളുകൾ ഇതിന് ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥരെ കണ്ടുകൊണ്ട്, അതല്ലെങ്കിൽ MLA ഇതിന് ഇടപെടണ്ടേ? ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.